അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് മനുഷ്യരുടെ വസ്ത്രം അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ന് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ വസ്ത്രം ധരിക്കാനും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുവാനുമാണ് താല്പര്യമുള്ളത്. എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരിക്കുന്നു മനുഷ്യൻ്റെ സംസ്കാരങ്ങളും അതുപോലെ തന്നെ ചിന്താധാരകളുമൊക്കെ ഇന്ന് വഴിതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീങ്ങളായ ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രവും സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രവും ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപ പ്രാർത്ഥന ലഭിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രവും പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രവും ഒരിക്കലും ധരിക്കാൻ പാടുള്ളതല്ല. പലപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി, ഹിജാബ്, പർദ്ദ അതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കും. അത് ചില മാനസിക രോഗികളായ ആളുകൾക്കാണ് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ സ്ത്രീകൾ എല്ലാം തുറന്നുകൊണ്ട് നഗ്നരായി കടൽക്കരയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് ഈ ശ്വാസമുട്ടലില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച പ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷിത വസ്ത്രം അതുകൊണ്ടൊരു ദോഷവും ആർക്കുമില്ല. എന്നിരുന്നാലും ഇസ്ലാമിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആളുകൾ, മുസ്ലിങ്ങളായ സ്ത്രീകൾ അങ്ങനെ ഒരു വസ്ത്രധാരണം നടത്തിയാൽ ചില ആളുകൾക്ക് ശ്വാസമുട്ടലും അതുപോലെ തന്നെ ഓക്കാനവും ഒക്കെ വരുന്നതായി നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇസ്ലാമികേതര സംസ്കാരം ഒരു മതത്തിൽ നിന്നും ഒരു സംസ്കാരത്തിൽ നിന്നും പാശ്ചാത്യ രീതികളിൽ നിന്നും ഒരിക്കലും ഇസ്ലാമിലേക്ക് ആ തരത്തിലുള്ള വസ്ത്രധാരണം അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒരിക്കലും അവർക്ക് പാടില്ല. സ്ത്രീകൾക്ക് അവരെ മുഴുവൻ മൂടുന്ന വസ്ത്രമാണ് ഇസ്ലാം അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. പുരുഷന്മാർക്ക് മുട്ടുപൊക്കളിനിടയിലുള്ള ഭാഗം മറച്ച്, ഹയാ ഉള്ള ആളുകൾ മുഴുവൻ ഭാഗങ്ങളും മറച്ച് മാന്യമായ വസ്ത്രം ധരിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർ നെരിയാണിക്ക് താഴെ വസ്ത്രമുടുക്കുക എന്നുള്ളത് നരകത്തിലേക്കാണ്, ഫഫിന്നാർ എന്നാണ്, നരകത്തിലാണ്. അത് കരുതിക്കൂട്ടി ഞാൻ നരകത്തിൽ പോയിക്കോട്ടെ എന്ന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി തോന്നുന്ന രീതിയിൽ ചില ആളുകളുടെ വസ്ത്രം പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാർക്ക് നെരിയാണിക്ക് താഴെ ഒരിക്കലും വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പുരുഷന്മാർ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു തരത്തിലുള്ള വസ്ത്രവും പുരുഷന്മാർ അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു തരത്തിലുള്ള വസ്ത്രവും അവർക്ക് ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ സ്ത്രീകളും അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വസ്ത്രവും അവരും ധരിക്കാൻ പാടില്ല. അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന രീതിയിലുള്ള സംസ്കാരമാണ് ഇസ്ലാമിക വ്യക്തിത്വങ്ങൾ പുരുഷനായാലും സ്ത്രീകളായാലും വെച്ച് പുലർത്തേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വസ്ത്രം അതിനൊരു കോഡുണ്ട്, ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രമേ വസ്ത്രധാരണം പാടുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള വസ്ത്രധാരണം വേഗത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മക്കളും കുടുംബങ്ങളും അത്തരം വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മളും നമ്മുടെ കുടുംബത്തിലും ആരും തന്നെ ഉൾപ്പെടാതിരിക്കാൻ
ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരാചാരങ്ങളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.